നിങ്ങളെ സന്തോഷിപ്പിച്ച നിമിഷങ്ങൾ ഓർമ്മിക്കുക. കഴിഞ്ഞുപോയ പ്രശ്നങ്ങളെല്ലാം മറക്കുക. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ മാത്രം സ്വീകരിക്കുക. ചിലരുടെ അസാന്നിധ്യത്തിലെ അവരുടെ വില നമുക്ക് മനസ്സിലാകും. അതുവരെ അവർ നമുക്ക് പരിഹസിക്കപ്പെടാനും സംശയിക്കപ്പെടാനും അവഗണിക്കാനും മാത്രമുള്ളതാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ പോകുന്നത് പ്രശ്നങ്ങളുടെ സങ്കീർണത കൊണ്ടല്ല, അവ കൈകാര്യം ചെയ്യുന്നവരുടെ അയോഗ്യത കൊണ്ടാണ്. പ്രായത്തിനനുസരിച്ച് പ്രകടിപ്പിക്കാത്ത പക്വതയും ആർജവവും ഇല്ലാതെ വന്നാൽ കാഴ്ചക്കാരും വഴിപോക്കരുമെല്ലാം നമ്മുടെ വിധികർത്താക്കളാകും. നമുക്ക് എന്തില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കാൻ പഠിക്കുക. മറ്റുള്ളവർ എന്തു പറയുമെന്നതിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുക. ഒരാൾ ജീവിതത്തിൽ സമ്പന്നനാകുന്നത് അയാളുടെ കൈവശം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, പകരം കയ്യിൽ ഒന്നുമില്ലാതെ തന്നെ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എല്ലാവരോടും ശരിയായി നിൽക്കുക. പലരോടും സൗഹാർദ്ദപരമായി പെരുമാറുക. തിരഞ്ഞെടുക്കപ്പെട്ടവരോട് മാത്രം അടുപ്പം പുലർത്തുക. ചുരുക്കം ചിലരോട് സുഹൃത്തായിരിക്കുക. വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാലത്തെ പഴിചാരാതെ നന്മകൾ മാത്രം ചെയ്യുക. നമ്മളെ സഹായിച്ചവരോട് നന്ദിയുള്ളവരാവുക. സഹായം നൽകിയവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകണമെങ്കിൽ വേദനിക്കണം, ദുഃഖിക്കണം, നഷ്ടങ്ങൾ ഉണ്ടാകണം. കാരണം വിജയം അറിയാൻ പരാജയപ്പെടണം, നേട്ടത്തിനായി നഷ്ടപ്പെടണം, ജീവിത മൂല്യങ്ങൾ അറിയാൻ വേദനിക്കണം. ചിന്തകളും പ്രവൃത്തികളും മഹത്തരമെങ്കിൽ, സമ്പത്തില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും നാം എന്നും മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കും. വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവന് മാത്രമേ സാധിക്കൂ. ബന്ധങ്ങൾ നന്നായി സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല. ജീവിതം എല്ലായ്പ്പോഴും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങിയെന്ന് വരില്ല. മനോഭാവം നിങ്ങളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കും. ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ സന്തോഷിക്കുന്ന വഴിയിൽ ഒരു തടസ്സമാവാതെ മാറി നിൽക്കാനെങ്കിലും ശ്രമിക്കുക. വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ഒരു സ്ത്രീ ഏതൊരു പുരുഷനിലേക്കും യാന്ത്രികമായി ആകർഷിക്കപ്പെടുന്ന 2 സ്വഭാവങ്ങളുണ്ട്. ഏതു കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുകയും അതിൽ സ്ഥിരത പുലർത്താൻ കഴിയുന്നതും പിന്നെ ഒരു സംഭാഷണത്തിന് തുടക്കം നൽകാൻ ആർജവം കാണിക്കുന്നതുമാണ്. വലിയ സ്വപ്നങ്ങളുടെ പൂർത്തീകരണം പലപ്പോഴും തോൽവിയിൽ അവസാനിച്ചേക്കാം. അത്തരം അവസ്ഥകളിൽ ആ അനുഭവ പാഠങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് അതിജീവിക്കുവാനുള്ള പരിശീലനം നാം നേടിയെടുക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.